മായാമയൂരം. രചന, അവതരണം ഋതു. ചെറുതായി എരിഞ്ഞു തുടങ്ങിയ ഹോമകുണ്ഡത്തിലേക്ക് നെയ്യ് വീഴുന്നതിനനുസരിച്ച് തീനാളങ്ങൾ ജ്വലിച്ചുയർന്നു. ചുറ്റും പടർന്നിരിക്കുന്ന പഞ്ചനിറത്തിലെ രക്തദാഹിയുടെ കോലത്തിലേക്ക് മന്ത്രോച്ചാരണത്തിൻ്റെ അകമ്പടിയോടെ അരിയും ചെത്തിയും വീണുകൊണ്ടിരുന്നു. പൂർണ്ണനഗ്നമായ അയാളുടെ ശരീരത്തിലൂടെ അല്പം മുമ്പ് തലവഴി ഒഴിച്ച ജലത്തിൻ്റെ തണുപ്പ് പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. കണ്ണുകൾ അടച്ച് മന്ത്രത്തിൻ്റെ ഇടവേളകളിൽ നെയ്യൊഴുകുമ്പോൾ ഇടതു കൈയിലായി ചെറിയൊരു തലയോട്ടി ശക്തമായി അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരുന്നു. ഇരുണ്ടതും അല്പം ഇടുങ്ങിയതുമായ ആ മുറി കരിങ്കല്ലുകളാൽ നിർമ്മിതമാണ്. ചുമരിലായി അങ്ങിങ്ങ് പന്തങ്ങൾ കൊളുത്തിവെച്ചിട്ടുണ്ട്. മന്ത്രത്തിൻ്റെ കെട്ട് മുറുകുന്നതിനനുസരിച്ച് അയാളുടെ ശബ്ദം വിറച്ചു. കണ്ണുകളിൽ ചോര ഇരച്ചു കയറി. ഒരു വേള കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അരിയും ഒരു നുള്ളു ഭസ്മവും കയ്യിൽ ഒതുക്കി നിവർന്നെഴുന്നേറ്റു. ഹോമകുണ്ഡത്തിൻ്റെ വലതുവശത്തായി പഞ്ചനിറങ്ങളാൽ വരക്കപ്പെട്ട ചതുരക്കളത്തിനടുത്തേക്ക് നടന്നു. അരിയിൽ ഘടിപ്പിച്ച അരമണികൾ ആ നടത്തത്തിനനുസരിച്ച് കിലുങ്ങിക്കൊണ്ടിരുന്നു. കളത്തിനരികിൽ നിന്ന് വെളുത്തു തടിച്ച ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നു. 45 വയസ്സിനോടടുത്ത് പ്രായം. അവളും പരിപൂർണ നഗ്നയായിരുന്നു. തുടുത്തു കാണപ്പെട്ട മാരടം കുലുക്കി അവൾ അയാളുടെ മുന്നിൽ വിവശയായി നിന്നു. എന്തായി? മുന്നിൽ നിൽക്കുന്നവളെ ആകെ മൊത്തം ഒഴിഞ്ഞുകൊണ്ട് അയാൾ ചോദിച്ചു. സമയമെടുക്കും. കഴിഞ്ഞ തവണത്തെ പോലെയല്ല. ഇത്തവണ മെനക്കേടാ. അയാൾ കനത്തിലൊന്ന് മൂളി. രണ്ടുപേരും പഞ്ചനിറങ്ങൾ നിറഞ്ഞ ചതുരക്കളത്തിനടുത്തേക്ക് നോക്കി. അടഞ്ഞു തുടങ്ങാറായ മിഴികളിൽ നിന്ന് തുള്ളികളായി ഇരുവശത്തേക്കും നിലതെറ്റി കണ്ണുനീർ ഒഴുകുന്നുണ്ട്. വായ്ക്കുള്ളിൽ തിരുകി വെച്ച വെള്ളത്തുണി കാരണം ഒരു ഞരക്കം പോലും പുറത്തേക്ക് വരുന്നില്ല. രണ്ട് കൈകളും തലയ്ക്ക് മുകളിലായി അമർത്തി ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയാണ്. കാലുകൾ രണ്ട് വശങ്ങളിലേക്കും കുത്തിവച്ചിട്ടുണ്ട്. അതും ചങ്ങലയിൽ തന്നെ. 25-ൽ താഴെ മാത്രം പ്രായമുള്ള ഒരു നഗ്നമായ പെണ്ണുടൽ. അവളുടെ വീർത്തു വന്ന വയറിലേക്കായിരുന്നു അയാളുടെ നോട്ടം മുഴുവൻ. ഏതു നിമിഷവും പുറത്തേക്ക് വരാൻ തയ്യാറായ തൻ്റെ ശക്തികളുടെ ആണിക്കല്ലായ ബലിച്ചോറ്. അതോർക്കെ അയാളിൽ വീണ്ടും വിറയൽ പടർന്നു. ആ പെൺകുട്ടിയുടെ ഉടൽ ഒന്നനങ്ങി. അതികഠിനമായ വേദന നട്ടെല്ലിലൂടെ കടന്ന് അടിവയറ്റിലേക്ക് അമർന്നു. നിലവിളി കണ്ഠനാളത്തിൽ പിടഞ്ഞമർന്നപ്പോൾ ആ കണ്ണുകൾ മുന്നോട്ടേക്ക് തുറച്ചു വന്നു. വരാറായിട്ടുണ്ട്. ആ സ്ത്രീ കുലുങ്ങിക്കൊണ്ട് പെൺകുട്ടിയുടെ അകത്തിവെച്ച കാലുകൾക്കിടയിൽ ഇരുന്നു. ചോര ഒഴുകി തുടങ്ങിയിരുന്നു. കുഞ്ഞിൻ്റെ തല പുറത്തേക്ക് കാണാം. അയാളിൽ മന്ത്രോച്ചാരണങ്ങൾ ഉച്ചത്തിലായി. ബാധ കയറിയതുപോലെ ഉയർന്നു തുള്ളി. അരമണികളുടെ കിലുക്കം അവിടെ ആകെ പ്രതിധ്വനിച്ചു. തൻ്റെ തടിച്ച കൈകൾ കൊണ്ട് യോനീഭാഗത്തെ കുഞ്ഞു തലയിൽ ഒന്ന് അമർത്തി. പിന്നെ ഒന്ന് വലിച്ചു. പ്രാണവേദനയാൽ ഒന്ന് പിടക്കാൻ പോലും കഴിയാതെ ആ പെണ്ണ് തളർന്നു പോയിരുന്നു. കുഞ്ഞ് പൂർണ്ണമായും പുറത്തു വന്നില്ല. ഒന്നുയർന്നുകൊണ്ട് സ്ത്രീ അവളുടെ വയറിൽ അമർത്തി മുന്നോട്ട് തള്ളി. പ്രാണൻ പറയുന്ന വേദനയിൽ അവളുടെ തല ഉയർന്നുപോയി. ശ്വാസമെടുപ്പ് അനിയന്ത്രിതമായി. ശരീരം വെട്ടിവിറച്ചു. ഒരു കുഞ്ഞിൻ്റെ ഇടറിത്തെറിച്ച കരച്ചിൽ അന്തരീക്ഷത്തിൽ ഉയർന്നു. പൊക്കിൽ കൊടി ചുരുട്ടി പിടിച്ച് പുറത്തേക്ക് വന്ന ആ കുഞ്ഞിനെ സ്ത്രീ കയ്യിലെടുത്തുയർത്തി. അപ്പോഴേക്കും പെൺകുട്ടിയുടെ ബോധം പൂർണ്ണമായും അറ്റിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ ആകാംക്ഷയോടെ പിടഞ്ഞു കരയുന്ന കുഞ്ഞിൻ്റെ അരയ്ക്ക് താഴേക്ക് ചലിച്ചു. കനത്ത നിരാശയിലും കഠിനമായ കോപത്തിലും അയാൾ ഒന്ന് ഉയർന്നു പൊങ്ങി നിലത്തേക്ക് ആഞ്ഞു ചവിട്ടി. കയ്യിലെ അരിമണി കുഞ്ഞിനു നേർക്ക് വീശിയെറിഞ്ഞു. തിരിഞ്ഞു നടന്ന് തൻ്റെ മൂർത്തിയുടെ മുന്നിൽ മുട്ടുകുത്തി. രണ്ട് കൈ ഉയർത്തിപ്പിടിച്ചു. ശക്തി, രക്തേശ്വരി, ഇനിയും പരീക്ഷണമോ? ഇനിയും എത്ര നാൾ നിന്റെ വരപ്രസാദത്തിനായി ഞാൻ കാത്തിരിക്കണം? മുന്നിലെ കരിങ്കൽ പ്രതിഷ്ഠയിൽ ചാരി വെച്ചിരുന്ന മൂർച്ചയേറിയ കഠാര എടുത്ത് തൻ്റെ ചൂണ്ടുവിരൽ തുമ്പ് മുറിച്ചു. ഇറ്റു വീഴുന്ന ചോര മൂർത്തിയിലേക്ക് അയാൾ കുടഞ്ഞെറിഞ്ഞു. ആ കഠാരയും കയ്യിൽ പിടിച്ച് നിലവിളിച്ച് കരയുന്ന കുഞ്ഞിൻ്റെ പൊക്കിൽ കൂടി തുമ്പ് ഞൊടിയിടയിൽ അറുത്തു കളഞ്ഞു. ചോര വഴുക്കുള്ള രണ്ട് ഇളം കാലുകൾ കൂട്ടിപ്പിടിച്ച് വർദ്ധിച്ച കോപത്തോടെ അയാൾ മൂർത്തിയുടെ മുന്നിലേക്ക് നടന്നു. പുറകെ ആ സ്ത്രീയും. വീണ്ടും അവിടമാകെ മന്ത്രക്കെട്ടുകൾ ഉതിർന്നു.
കാലിലായി തൂക്കിപ്പിടിച്ച കുഞ്ഞിൻ്റെ പിടച്ചിൽ വർദ്ധിച്ചു. അയാൾ തിരിഞ്ഞൊന്നു നോക്കി. അതിനർത്ഥം മനസ്സിലായതുപോലെ ഹോമകുണ്ഡത്തിനരികിലായി വെച്ച വലിയൊരു ഉരുളി ആ സ്ത്രീ എടുത്തുയർത്തി. നടത്തത്തിൻ്റെ ഉലച്ചിലിൽ അതിലെ ചുണ്ണാമ്പ് വെള്ളം നിലത്തേക്ക് തൂവി. അയാളുടെ മുന്നിലായി അത് വെച്ചു. അവജ്ഞയും കോപവും നിറഞ്ഞ മുഖത്തോടെ തൻ്റെ വലതു കൈയിൽ കിടന്നു കരയുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കി. വീണ്ടും ഒന്ന് ഉയർന്നു തുള്ളി. അടുത്ത നിമിഷം അയാളുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞ് താഴെയുള്ള ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് പിടഞ്ഞു വീണു. കൈകാലടികൾ നിമിഷങ്ങൾ കൊണ്ട് നിശ്ചലമായി. ഒരു കുഞ്ഞു തലഭാഗം നിമിഷങ്ങൾക്കകം വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നു വന്നു. ക്ലാസ് വിട്ട് വൈകുന്നേരം ബസ് ഇറങ്ങുമ്പോൾ സ്റ്റോപ്പിലായി ബൈക്കും കൊണ്ട് മഹേഷ് ഉണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയെ കണ്ടതും അവൻ കൈവീശി കാണിച്ചു. ശ്രീഹരി ഓട്ടം പോയിട്ടുണ്ടാവണം. അതാണ് മഹേഷിനെ പറഞ്ഞു വിട്ടത്. രാവിലെ അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നടന്നങ്ങ് പോകായിരുന്നു. ഇന്നെന്താ വൈകിയോ? 4:30 കഴിയുമ്പോൾ എത്തും എന്നാ ഹരിയേട്ടൻ പറഞ്ഞത്. ബൈക്ക് സ്റ്റാർട്ടാക്കിക്കൊണ്ട് മഹേഷ് ചോദിച്ചു. എനിക്കിന്ന് ലാബ് ഉണ്ടായിരുന്നു മഹിയേട്ടാ. പുറകിലേക്ക് കയറിക്കൊണ്ടവൾ പറഞ്ഞപ്പോൾ അവിടെ ഒരു വിസിൽ ശബ്ദമുയർന്നു. രണ്ടുപേരും വലതുവശത്തേക്ക് തിരിഞ്ഞു നോക്കി. നിർത്തിയിട്ടിരിക്കുന്ന ബലേറോവിൻ്റെ ഫ്രണ്ട് ഡോറിൽ കൈത്തലം അമർത്തി ചാരിയിരിക്കുകയാണ് അർജുൻ. ബോണറ്റിൽ ചാരി വിമലും സംഗീതമുണ്ട്. അർജുൻ്റെ നോട്ടം മുഴുവൻ ശ്രീലക്ഷ്മിയിലായിരുന്നു. അത് മനസ്സിലാക്കിയ അവൾ മുഖം തിരിച്ചു. എന്താടാ മഹേഷേ? അവനും അടുത്തപ്പോൾ നീയാണോ ഇവളെ കൊണ്ടു നടക്കുന്നേ? മുണ്ടൊന്ന് മാടി കുത്തിക്കൊണ്ട് വിമൽ ചോദിച്ചപ്പോൾ ദേഷ്യത്താൽ ചുവന്ന മുഖവുമായി മഹേഷ് ബൈക്കിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചു. വേണ്ട മഹിയേട്ടാ, വിവരമില്ലാത്തവരാ. എന്തേലും പറഞ്ഞങ്ങ് പോട്ടെ. മഹേഷ് ദേഷ്യമടക്കി ആക്സിലേറ്റർ വലിച്ചു വിട്ടു. അവൻ ഇഷ്ടപ്പെട്ടില്ല അർജു. വിമൽ വിടാൻ ഉദ്ദേശിച്ചില്ല. ഇഷ്ടപ്പെട്ടില്ലട ചക്ക. തരം കിട്ടിയ പെറ്റ തള്ളയുടെ കൂടെ കിടക്കാൻ അവസരം നോക്കുന്ന നിനക്ക് പെണ്ണിനെയൊക്കെ അങ്ങനെയൊക്കെ കാണാൻ കഴിയൂ. പക്ഷേ നിന്റെ കഴിവുകേടാണ് എല്ലാ ആണുങ്ങൾക്കും എന്ന് മോൻ വെറുതെ പോലും കരുതിയേക്കല്ലേ. ആ വാഴപ്പിണ്ടി നട്ടല്ലൂരി കത്തിക്കും ഞാൻ. നിനക്കൊക്കെ നേരെ നിൽക്കാൻ ഒരുത്തൻ്റെ പിൻബലം വേണം. എനിക്കത് വേണ്ട. ഇവൻ ജയിലിൽ കിടന്നപ്പോൾ ഞാഞ്ഞൂല് പോലെ ഇരുന്നവനല്ലേ. ഇപ്പോഴാണോ നിന്റെ നാവ് ഉയർന്നത്? പോടാ ചെക്ക, പോയി തരത്തി മുട്ടടാ. ആ തെണ്ടി. നാണക്കേട് കൊണ്ട് മഹേഷിൻ്റെ നേർക്ക് നടന്ന വിമലിൻ്റെ കയ്യിൽ അർജുൻ്റെ പിടി വീണു. അവരെയെല്ലാം ഒന്ന് ഇരുത്തി നോക്കി മഹേഷ് ബൈക്ക് മുന്നോട്ടെടുത്തു. നീ എന്തിനാ എന്നെ തടഞ്ഞത്? അർജുൻ്റെ കൈ തട്ടിയെറിഞ്ഞ് വിമൽ ദേഷ്യം അടക്കി. പിന്നെ നീ എന്ത് ചെയ്തേനെ? അവനെ പോയി തല്ലാനോ? അവനെ കളരിയാ. മർമ്മം നോക്കി ഒന്ന് കിട്ടിയാൽ ഇരിപ്പതാ. നിനക്കെന്താ ഒരു മനംമാറ്റം? ആ പെണ്ണിനെ കണ്ടിട്ടാണോ? അർജുൻ്റെ വർത്താനം അവന് പിടിച്ചില്ല. എനിക്ക് വേണ്ടത് ആ പോയവനെയല്ല, മറ്റവനില്ലേ ശ്രീഹരി. പിന്നെ അവൾ. അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുകളയാൻ പറ്റില്ലല്ലോ. ആഗ്രഹിച്ചു പോയില്ലേ. കൊതിച്ച് കൊതിച്ച് ഭ്രാന്ത് പിടിക്കണം. ഒടുവിൽ ഭ്രാന്ത് മൂക്കുമ്പോൾ ഞാൻ അവളെ അങ്ങ് പൊക്കും. പിന്നെ അവളെ നോക്കി നിങ്ങളാരും വെള്ളം ഇറക്കണ്ട കേട്ടല്ലോ. എനിക്കൊറ്റയ്ക്ക് വേണ്ടതാ. ചില കണക്ക് എനിക്ക് മാത്രം തീർക്കാനുള്ളതാ. അവൻ തൻ്റെ ഇടത് കവിളിൽ വിരലമർത്തി. രാജശേഖരൻ ഹിയറിംഗും കഴിഞ്ഞ് ഒട്ടും താമസിയാതെ ശ്രീമംഗലത്തെത്തി. പടിപ്പുര വാതിൽ കടന്ന് അകത്തെത്തിയപ്പോൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. കോളിംഗ് ബെല്ലിൽ കൈ ചേർത്തപ്പോഴേക്കും കാര്യസ്ഥൻ ദിവാകരൻ പുറത്തേക്ക് എത്തിയിരുന്നു. വക്കീൽ അകത്തേക്ക് ചെന്നോളൂ. സാറ് ശ്രീദേവി കൊച്ചിൻ്റെ മുറിയിലുണ്ട്. വന്നാൽ അങ്ങോട്ട് ചെല്ലാൻ അറിയിച്ചിരുന്നു. അയാൾ ഒട്ടൊരു ബഹുമാനത്തോടെ പറഞ്ഞു. ശ്രീദേവിക്ക് എന്തെങ്കിലും വയ്യായ്കയുണ്ടോ? വയ്യായ്ക തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായി? ആ കിടപ്പ് കണ്ടു നിൽക്കാൻ പറ്റുമോ? 10-28 കൊല്ലം ആവുന്നു. രാവിലെ മുതൽ ചെറിയൊരു പനിക്കോളുണ്ട്. അതിൻ്റെ വിഷമത്തിലാ സാറ്. സംസാരിച്ചു കൊണ്ടവർ അകത്തളത്തിലേക്ക് നടന്നു. താഴത്തെ നിലയിൽ 4 മുറികളുണ്ട്. 3 നിലകളുള്ള വലിയൊരു തറവാടായിരുന്നു അത്. പഴക്കമേറെ ഉണ്ടെങ്കിലും പുതിയ രീതിയിൽ മോടി പിടിപ്പിച്ചിട്ടുണ്ട്. താഴെ വടക്ക് ഭാഗത്തായിട്ടാണ് ശ്രീദേവിയുടെ മുറി. ദിവാകരൻ അവിടെ തന്നെ നിന്നു. രാജശേഖരൻ അയാളെ ഒന്ന് നോക്കി അകത്തേക്ക് കടന്നു. വൃത്തിയുള്ളതും വിശാലവുമായ മുറി. ഒത്ത നടുവിലായി വലിപ്പമുള്ള കട്ടിൽ, നീളമുള്ള തടി അലമാര. കട്ടിലിനരികിലെ മേശമേൽ അനേകം മരുന്ന് കുപ്പികൾ. രാജശേഖരൻ കട്ടിലിനോരത്തായി ഇരിക്കുന്ന പത്മനാഭനെ ഒന്ന് നോക്കി.
ശ്രീദേവിയിൽ തന്നെയാണ് അയാളുടെ നോട്ടം. മരവിച്ച മകളുടെ വിരലുകളിൽ പതിയെ തലോടുന്നുണ്ട്. മാഷേ, രാജശേഖരൻ പതുക്കെ വിളിച്ചു. അയാൾ ഒന്ന് ഞെട്ടി തലയുയർത്തി. ചെറിയൊരു പനി, മരുന്ന് കൊടുത്തിട്ടുണ്ട്, മാറിക്കോളൂ. ജീവച്ഛവം പോലെ കിടക്കുന്ന മകളെ നോക്കിയപ്പോൾ കണ്ണൊന്ന് കലങ്ങി. സതി! അയാളുടെ വിളി വീർന്നപ്പോൾ ഒരു പെണ്ണ് അകത്തേക്ക് ഓടിയെത്തി. ശ്രദ്ധിക്കണം, മരുന്നൊക്കെ സൂക്ഷിച്ചു കൊടുക്കണം. മരുന്ന് മുഴുവൻ കുടിപ്പിക്കണം. രാത്രി വൃത്തിയിൽ മേലൊക്കെ തുടച്ചു കൊടുക്കണം. അതൊരാവർത്തനമായിരുന്നു, എല്ലാ ദിവസത്തെയും ആവർത്തനം. അതിനൊക്കെ അവൾ തലകുനിച്ച് തലയാട്ടി. നടക്കുന്നതിനിടയിൽ അയാൾ തിരിഞ്ഞു നോക്കി. ഉള്ളിൽ തികട്ടി വന്ന ഗദ്ഗതം മറച്ചു പിടിക്കാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. മഹേഷ് അപ്പൂസിനെ കുളിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. അത് കണ്ട് ചിരിയോടെ ശ്രീലക്ഷ്മി ഒരു ഗ്ലാസ് ചായയുമായി പുറത്തേക്കിറങ്ങി. ചായ കുടിക്കും മഹിയേട്ടാ. അവിടെ വച്ചേക്ക് ശ്രീകുട്ടി, ഇവനെ ഞാൻ ഒന്ന് ഒതുക്കിയെടുക്കട്ടെ. മഹേഷിനെ വട്ടുപിടിപ്പിക്കുന്നുണ്ടവൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വാലിട്ടിളക്കി ചാടി കളിക്കുന്നത് കണ്ടിരിക്കാൻ തന്നെ നല്ല ചേലാണ്. അവൾ അതും നോക്കി വരാന്തയിലെ സ്റ്റെപ്പിലിരുന്നു. എന്താണ് രണ്ടാളുടെയും പ്ലാൻ? പെട്ടെന്നായിരുന്നു അവൻ്റെ ചോദ്യം. എന്ത് പ്ലാൻ? സംശയത്തോടെ ശ്രീലക്ഷ്മി ചോദിച്ചു. അല്ല, എപ്പോഴും ഇങ്ങനെ നിന്നാൽ മതിയോ? ഒരു കരയ്ക്ക് അടുപ്പിക്കണ്ടേ? അശോകേട്ടൻ ഇന്ന് രാവിലെയും നിങ്ങളുടെ കാര്യം ചോദിച്ചതേയുള്ളൂ. പെട്ടെന്നുള്ള മഹേഷിൻ്റെ ആ ചോദ്യത്തിൽ ഒന്ന് പതറാതിരുന്നില്ല. അത് ഞാൻ എക്സാം ഒന്ന് കഴിഞ്ഞിട്ട് മതി, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. മഹി ഒന്ന് ചിരിച്ചു. എന്തേ ചിരിച്ചത്? അല്ല, ഞാൻ ഓർക്കുമായിരുന്നേ, എങ്ങനെ നടന്ന ഹരിയേട്ടനാ? ലക്ഷ്മി അമ്മ ഉള്ളപ്പോൾ പറയാറുണ്ട്, നല്ലൊരു കൊച്ചിനെ സ്നേഹിച്ചങ്ങ് കെട്ടാൻ. അത് കേൾക്കുമ്പോൾ മൂപ്പർക്ക് ദേഷ്യം വരും. എനിക്ക് അമ്മ മതി, വേറെ ആരും വേണ്ടാന്ന് പറഞ്ഞ് ലക്ഷ്മിയമ്മയുടെ മടിയിൽ ചുരുണ്ടങ്ങ് കിടക്കും. വലിയ ഇഷ്ടമായിരുന്നു അമ്മേനെ. പറഞ്ഞിട്ട് എന്താ കാര്യം? ഒത്തിരി വേദന സഹിച്ചാ പോയത്. ഹരിയേട്ടൻ തനിച്ചായി പോകുമോ എന്ന പേടിയായിരുന്നു എപ്പോഴും. ഇപ്പോൾ സമാധാനമായി കാണും. പിന്നെ ഈ കാണുന്നത് പോലൊന്നും അല്ല കേട്ടോ ഹരിയേട്ടൻ. വേറൊരു മുഖമുണ്ട് മൂപ്പർക്ക്. അതിൻ്റെ ഏറ്റവും സോഫ്റ്റ് വേർഷനാണ് ശ്രീകുട്ടി ഇപ്പോൾ കാണുന്നത്. അതും ശ്രീകുട്ടിയോട് മാത്രം. അല്ലേൽ ഇങ്ങനെ ഈ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. ആ ഗേറ്റ് കടത്തി വിടില്ലായിരുന്നു. അപ്പൂസിനെ ഒതുക്കി പിടിച്ച് തുവർത്തുന്നതിനിടയിൽ മഹേഷ് പറഞ്ഞുകൊണ്ടിരുന്നു. ശ്രീലക്ഷ്മിയുടെ ചുണ്ടിൽ ചിരി വിടർന്നു. മുഖം ചെഞ്ചുവെപ്പാൽ തെളിഞ്ഞു വന്നു. 8 മണി കഴിഞ്ഞിട്ടും ആളെ കാണാതെ ശ്രീലക്ഷ്മിക്ക് ചെറുതായി പേടി വരാൻ തുടങ്ങി. 2 തവണ വിളിച്ചപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ്. ഇരുട്ടിലേക്ക് നോക്കുമ്പോഴെല്ലാം വല്ലാത്തൊരു ഭയം അവളെ വന്നു മൂടി. വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ മഹിയേട്ടാ. അരഭിത്തിയിൽ ഫോണിൽ സിനിമയും കണ്ട് കിടക്കുന്നവനെ നോക്കി അവൾ ഇടറി പറഞ്ഞു. ഇങ്ങനെ ടെൻഷനാകാനും മാത്രം എന്താ? ഓട്ടം പോയതല്ലേ? ഫോണിൻ്റെ ചാർജ് തീർന്നു കാണും. എന്നെ ഒന്ന് വിളിച്ചതുപോലുമില്ല. വിതുമ്പൽ ഒതുക്കി വെക്കാൻ ആകാതെ പാടുപെടുന്നത് കാണേ മഹേഷ് ഫോൺ മാറ്റി എഴുന്നേറ്റു. ഇങ്ങനെ പേടിക്കാനൊന്നുമില്ല. 8 മണി കഴിഞ്ഞതല്ലേ ഉള്ളൂ. ആളിപ്പോൾ വരും. അല്ലെങ്കിലും എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ശ്രീകുട്ടി ഇതാദ്യമായി കാണുന്നത് കൊണ്ടാ. അവളെ സമാധാനിപ്പിക്കാനായി അവൻ നിസ്സാരമായി പറഞ്ഞു. അവൾക്ക് അങ്ങനെ സമാധാനിക്കാൻ കഴിഞ്ഞില്ല. സിറ്റൗട്ടിലെ സ്റ്റെപ്പിലിരുന്നു കൊണ്ട് അവൾ അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ചു. 9 മണിയും 10 മണിയും കഴിഞ്ഞിട്ടും ശ്രീഹരി എത്തിയില്ല. അവളുടെ സകല ധൈര്യവും നഷ്ടപ്പെട്ടിരുന്നു. തന്നെ ഇത്രയും സമയം തനിച്ചാക്കി പോകില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. സമയം 11 കഴിഞ്ഞപ്പോഴേക്കും അവൾ പൊട്ടിക്കരഞ്ഞുപോയി.